നിങ്ങളുടെ വയസ്സ് 40 ആയാലും 50 ആയാലും 60 അല്ലെങ്കിൽ 70 ആയാലും ചില നിറങ്ങൾ നിങ്ങളുടെ പ്രായത്തേക്കാളും 10 വയസ്സ് കുറച്ച് ചെറുപ്പമായി കാണിക്കാൻ സഹായിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, യാതൊരു ബോട്ടോക്സും ഇല്ലാതെ, ഫില്ലേഴ്സും ഇല്ലാതെ, സർജറിയും ഇല്ലാതെ നിങ്ങളുടെ മുഖത്തെ കൂടുതൽ യുവത്വമുള്ളതും തിളക്കമുള്ളതും വൈബ്രൻറ്റുമാക്കാൻ ചില നിറങ്ങൾക്ക് കഴിയും. അതിനോടൊപ്പം ചില നിറങ്ങൾ അറിയാതെ തന്നെ മുഖത്തെ കൂടുതൽ ക്ഷീണിച്ചതും പ്രായം കൂടിയതുമായി കാണിക്കാനും കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുഖത്തിന് ഒരു ഇൻസ്റ്റൻറ്റ് ബോട്ടോക്സ് എഫക്റ്റ് നൽകാൻ കഴിയുന്ന ആ 5 മാജിക്കൽ കളേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി ആദ്യത്തെ കളറിലേക്ക് വരാം. നിങ്ങളുടെ മുഖത്തിന് ഒരു ഇൻസ്റ്റൻറ്റ് ബോട്ടോക്സ് എഫക്റ്റ് നൽകാൻ കഴിയുന്ന ആദ്യത്തെ നിറമാണ് വാം കോറൽ. കോറൽ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓറഞ്ച് ആണോ പിങ്ക് ആണോ എന്നൊരു സംശയം വരാം. എന്നാൽ കോറൽ എന്നത് ഓറഞ്ചിനും പിങ്കിനും ഇടയിലുള്ള വളരെ മനോഹരമായ ഒരു വാം ഷെയ്ഡാണ്. ഈ നിറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുഖത്തിന് ഒരു ഹെൽത്തി ഗ്ലോ നൽകുന്നു എന്നതാണ്. മുഖം കൂടുതൽ ഫ്രഷും വൈബ്രൻറ്റും ജീവനുമുള്ളതുമായി കാണാൻ ഈ നിറം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതൊരു നാച്ചുറൽ ഫേസ് ലിഫ്റ്റ് എഫക്റ്റ് നൽകുന്ന നിറമായി തോന്നാറുണ്ട്. പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷം ചർമ്മത്തിൻ്റെ സ്വാഭാവികമായി തിളക്കം കുറയാൻ തുടങ്ങുമ്പോൾ വാം കോറൽ പോലുള്ള നിറങ്ങൾ മുഖത്തെ കൂടുതൽ ബ്രൈറ്റും യൂത്ത്ഫുള്ളുമായിട്ട് കാണിക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ കോറൽ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. കോറൽ പോലെ തോന്നുന്ന ചില ഷെയ്ഡ്സ് ഉണ്ട്, എന്നാൽ അവ യഥാർത്ഥ വാം കോറലിൻ്റെ അതേ എഫക്റ്റ് നൽകണമെന്നില്ല. ബ്രൈറ്റ് ഓറഞ്ച്, ഡസ്റ്റി റോസ് പോലുള്ള നിറങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. ബ്രൈറ്റ് ഓറഞ്ച് ഒരു ഹാഷ് കളറാണ്. മുഖത്തേക്കാൾ നിറം മാത്രം എടുത്തു കാണിക്കുന്ന ഒരു ഷെയ്ഡാണത്. അതേസമയം ഡസ്റ്റി റോസ് പോലുള്ള മങ്ങിയ നിറം മുഖത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയും ഫോട്ടോകളിൽ മുഖം അല്പം വാഷ്ഡ് ഔട്ടായിട്ട് കാണപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ വാം കോറൽ അങ്ങനെയല്ല. ഈ നിറം നിങ്ങളുടെ മുഖത്തിന് അടുത്ത് വരുമ്പോൾ, അതായത് സാരിയുടെ ബ്ലൗസിൻ്റെ ഭാഗത്തായാലും ചുരിദാറിൻ്റെ ഷോളിലായാലും ടോപ്പിൻ്റെ നെക്ക് ലൈനിൻ്റെ അടുത്തായാലും മുഖത്ത് ഒരു പ്രത്യേക ഫ്രഷ്നെസ്സും ഹെൽത്തി ഗ്ലോയും നൽകാൻ സഹായിക്കും. അതുകൊണ്ടാണ് പല സ്റ്റൈലിസ്റ്റുകളും ഇതിനെ ഇൻസ്റ്റൻറ്റ് ഫേസ് ലിഫ്റ്റ് എഫക്റ്റ് നൽകുന്ന നിറങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നത്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ സാരിയോ ചുരിദാറോ വാങ്ങാൻ പോകുമ്പോൾ വെറും കോറൽ എന്ന് കേട്ട് വാങ്ങരുത്. ഷെയ്ഡ് ശ്രദ്ധിച്ചു നോക്കുക. ബ്രൈറ്റ് ഓറഞ്ചിലേക്കോ ഡസ്റ്റി റോസിലേക്കോ പോകാതെ മുഖത്തിന് ജീവൻ നൽകുന്ന വാം കോറൽ ഷെയ്ഡ് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു കളർ ചോയ്സ് പോലും നിങ്ങളെ കൂടുതൽ യൂത്ത്ഫുള്ളും റേഡിയൻറ്റുമായി കാണിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ നിറത്തിലേക്ക് വരാം. നിങ്ങളുടെ മുഖത്തിന് ഒരു ഇൻസ്റ്റൻറ്റ് യൂത്ത്ഫുൾ എഫക്റ്റ് നൽകാൻ സഹായിക്കുന്ന മറ്റൊരു മാജിക്കൽ നിറമാണ് കൊബാൾട്ട് ബ്ലൂ. ഈ നിറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുഖത്തെ കൂടുതൽ ബ്രൈറ്റും ഫ്രഷുമായി കാണിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ക്യാമറയിൽ, ഫോട്ടോകളിലും വീഡിയോകളിലും കൊബാൾട്ട് ബ്ലൂ ധരിക്കുമ്പോൾ മുഖത്തിന് ഒരു പ്രത്യേക തെളിച്ചം ലഭിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മുഖത്തിന് ഏറ്റവും അടുത്തുള്ള ഭാഗങ്ങളിൽ, അതായത് സാരിയുടെ ബ്ലൗസിലോ ചുരിദാറിൻ്റെ ദുപ്പട്ടയിലോ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്തായിട്ടോ ഒക്കെ ഈ ഒരു നിറം വരുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കൂടുതൽ വ്യക്തമായി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് കണ്ണുകൾക്ക് ചുറ്റും ക്ഷീണം തോന്നുന്നവർക്ക് കണ്ണുകൾ കൂടുതൽ ഉണർവുള്ളതും തിളക്കമുള്ളതായി കാണിക്കാൻ ഈ നിറം സഹായിക്കും. സത്യത്തിൽ ചിലപ്പോൾ വില കൂടിയ സ്കിൻ കെയർ പ്രോഡക്റ്റുകളേക്കാൾ ശരിയായ ഒരു നിറത്തിന് കൂടുതൽ മാറ്റം പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. ഒരു നല്ല കൊബാൾട്ട് ബ്ലൂ സാരിയോ ചുരിദാറോ ധരിക്കുമ്പോൾ മുഖത്തിന് കൂടുതൽ ഗ്ലോയും ഫ്രഷ്നെസ്സും ലഭിക്കുകയും പ്രായം അല്പം കുറവായി തോന്നുകയും ചെയ്യും. ബ്ലൂ എന്ന നിറം പൊതുവെ കോൺഫിഡൻസ്, എലഗൻസ്, ഫ്രഷ്നെസ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ കൊബാൾട്ട് ബ്ലൂവിന് അതിലും കൂടുതൽ എനർജി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നിറം ധരിക്കുന്ന ആളുകൾ കൂടുതൽ വൈബ്രൻറ്റും ലൈവ്ലിയുമായിട്ട് തോന്നുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 40 കഴിഞ്ഞ ആളുകൾക്ക് എല്ലാ നീല നിറങ്ങളും ഒരുപോലെ പ്രവർത്തിക്കില്ല. ബ്ലൂ എന്നത് മാത്രം കണ്ടിട്ട് നിങ്ങൾ വാങ്ങരുത്. കൊബാൾട്ട് ബ്ലൂവിന് പകരം പല സ്ത്രീകളും തിരഞ്ഞെടുക്കുന്ന 2 ഷെയ്ഡ്സ് ഉണ്ട്. അതിലൊന്നാണ് വെരി ഡാർക്ക് നേവി ബ്ലൂ. ചിലർക്ക് മനോഹരമായി തോന്നുമെങ്കിലും പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷം ഈ നിറം മുഖത്തെ കൂടുതൽ ഡള്ളായും ക്ഷീണിപ്പിച്ചതായും കാണിക്കാൻ സാധ്യതയുണ്ട്. മുഖത്തിൻ്റെ സ്വാഭാവികമായ ഒരു തിളക്കം ഇതിൽ നഷ്ടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഷെയ്ഡാണ് പേൽ പൗഡർ ബ്ലൂ.
ഈ നിറം വളരെ സോഫ്റ്റും സുന്ദരമാണെങ്കിലും വാം ടോണിലുള്ള ഒരാളുടെ മുഖം ഇത് പെട്ടെന്ന് വാഷ്ഡ് ഔട്ട് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് മുഖത്തിൻ്റെ ബ്രൈറ്റ്നെസ് എടുത്തു കളഞ്ഞ് മുഖം കൂടുതൽ മങ്ങിയതായി തോന്നാം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ സാരിയോ ചുരിദാറോ വാങ്ങുമ്പോൾ ബ്ലൂ എന്ന് മാത്രം നോക്കാതെ കൊബാൾട്ട് ബ്ലൂ പോലെയുള്ള ബ്രൈറ്റ് ക്ലിയർ ഷെയ്ഡ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു വസ്ത്രം ധരിക്കുന്നത് മാത്രം പോരാ, നിങ്ങളുടെ മുഖത്തിന് കൂടുതൽ ജീവൻ നൽകുകയും നിങ്ങളെ കൂടുതൽ ചെറുപ്പമായി കാണിക്കുകയും ചെയ്യുന്ന നിറം തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ വസ്ത്രത്തിന് യഥാർത്ഥ ഭംഗി ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ നിറത്തിലേക്ക് വരാം. നിങ്ങളുടെ മുഖത്തിന് ഒരു യൂത്ത് ഫിൽറ്റർ എഫക്റ്റ് നൽകാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു നിറമാണ് ഷാമ്പെയിൻ. ഷാമ്പെയിൻ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അത് ഗോൾഡ് ആണോ ക്രീമാണോ എന്നൊരു സംശയം വരാം. എന്നാൽ യഥാർത്ഥ ഷാമ്പെയിൻ ഷെയ്ഡ് ഇവ രണ്ടുമല്ല. ഗോൾഡിൻ്റെ ഒരു വാംത്തും ക്രീമിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും വളരെ മനോഹരമായിട്ട് ബാലൻസ് ചെയ്യുന്ന ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നിറമാണിത്. ഈ നിറത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇത് മുഖവുമായി മത്സരിക്കുന്നില്ല, പകരം മുഖത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഭംഗിയെ എടുത്തു കാണിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ അപ്പിയറൻസ് കൂടുതൽ പോളിഷ്ഡും എലഗൻറ്റും എക്സ്പെൻസീവുമായി തോന്നും. പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷം മുഖത്തിൽ ചെറിയ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ടെക്സ്ചർ ചേഞ്ചസ് എന്നിവ വരുന്നത് സ്വാഭാവികമാണ്. ഷാമ്പെയിൻ പോലെയുള്ള സോഫ്റ്റ് ഷെയ്ഡ്സ് ധരിക്കുമ്പോൾ അവ കൂടുതൽ പ്രോമിനൻ്റ് ആയി കാണാതെ അല്പം ബ്ലർ ആയതുപോലെ തോന്നും. ഒരു ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചാൽ കിട്ടുന്ന ഒരു സോഫ്റ്റ് ഫോക്കസ് എഫക്റ്റ് നൽകുന്നത് പോലെ. ഈ ഒരു നിറത്തിലുള്ള ചുരിദാറോ സാരിയോ ധരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ചെറുപ്പമായി കാണാൻ സഹായിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഈ ഒരു നിറം മിക്ക അണ്ടർടോണിലുള്ളവർക്കും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. വാം അണ്ടർടോണിലുള്ളവർക്കും കൂൾ അണ്ടർടോണിലുള്ളവർക്കും ഒരു ന്യൂട്രൽ അണ്ടർടോണിലുള്ളവർക്കും ഈ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് സാധാരണയായിട്ട് വളരെ ഫ്ലാറ്ററിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സേഫസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി ഏജിങ് ഷെയ്ഡ്സിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ന്യൂട്രൽ ഷെയ്ഡ്സും 40 വയസ്സിന് ശേഷം ഒരുപോലെ പ്രവർത്തിക്കില്ല. അതിൽ ഒന്നാണ് ബേജ്. ബേജ് ഒരു ക്ലാസിക് കളർ ആണെങ്കിലും ചിലപ്പോൾ മുഖത്തിൻ്റെ ജീവൻ കുറയ്ക്കുകയും ഓവറോൾ ലുക്കിനെ ഫ്ലാറ്റ് ആക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് മുഖത്തൊരു സ്വാഭാവിക ബ്രൈറ്റ്നസ് കുറവുള്ളവർക്ക് ഇത് കൂടുതൽ പ്രകടമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ യെല്ലോ ഗോൾഡ് എന്ന ഷെയ്ഡും എല്ലാവർക്കും നല്ലൊരു തിരഞ്ഞെടുപ്പല്ല. പല സ്കിൻ ടോണിലുള്ളവർക്കും ഇത് മുഖത്തെ ഒരു സാലോ ആക്കി കാണിക്കാം. അതായത് മുഖത്തിന് ആരോഗ്യകരമായ ഒരു തിളക്കം നൽകുന്നതിന് പകരം ഒരു ക്ഷീണവും മങ്ങലും ഉള്ളതായി തോന്നാം. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ സാരിയോ ചുരിദാറോ തിരഞ്ഞെടുക്കുമ്പോൾ വെറും ഡിസൈൻ മാത്രമല്ല നിറവും ശ്രദ്ധിക്കുക. കാരണം ശരിയായ ഒരു നിറത്തിന് നിങ്ങളുടെ മുഴുവൻ അപ്പിയറൻസ് തന്നെ മാറ്റാൻ കഴിയുന്നതാണ്. ചില നിറങ്ങൾ നിങ്ങളെ കൂടുതൽ പ്രായമുള്ളവരായി കാണിക്കുമ്പോൾ ഷാമ്പെയിൻ പോലുള്ള ചില നിറങ്ങൾ നിങ്ങളെ കൂടുതൽ എലഗൻ്റായിട്ടും റേഡിയൻ്റായിട്ടും ഒരുപാട് ചെറുപ്പമായിട്ടും കാണാൻ സഹായിക്കുന്നതാണ്. ഇനി നാലാമത്തെ നിറത്തിലേക്ക് വരാം. സോഫിസ്റ്റിക്കേഷനും ഒരു യൂത്ത്ഫുൾ എലഗൻസിനും ഒരുപോലെ പേര് കേട്ട ഒരു നിറമാണ് ഡീപ് പ്ലം. പല സ്ത്രീകളും എപ്പോഴും വാങ്ങിക്കൂട്ടുന്നതും ധരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു നിറമാണ് ബ്ലാക്ക്. ബ്ലാക്ക് ഒരു ക്ലാസിക് കളറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മെച്യൂർ സ്കിന്നിൽ, പ്രത്യേകിച്ച് മുഖത്തിനടുത്ത് വരുമ്പോൾ ബ്ലാക്ക് ചിലപ്പോൾ മുഖത്തെ കൂടുതൽ കടുപ്പമുള്ളതും ഫൈലൈൻസും ഷാഡോയും കൂടുതൽ പ്രകടമായി കാണിക്കുന്നതായും കാണാം. അതുകൊണ്ട് തന്നെ പല സ്റ്റൈലിസ്റ്റുകളും ബ്ലാക്കിന് പകരം ഒരു സോഫ്റ്റർ ഡാർക്ക് ഷെയ്ഡ് പരീക്ഷിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഡീപ് പ്ലം. പർപ്പിളിൻ്റെ ഒരു റിച്ച്നെസ്സും ബർഗണ്ടിയുടെ ഡെപ്തും ചേർന്ന ഈ നിറം മുഖത്തിൻ്റെ ഒരു പ്രത്യേക സോഫിസ്റ്റിക്കേഷൻ നൽകുന്നു. അതേസമയം അത് ബ്ലാക്ക് പോലെ മുഖത്തെ ഓവർ പവർ ചെയ്യുന്നതുമില്ല. മറിച്ച് മുഖത്തിന് കൂടുതൽ ഒരു വാംത്തും ഒരു ഡെപ്തും നൽകിക്കൊണ്ട് നിങ്ങളെ കൂടുതൽ കോൺഫിഡൻറ്റും പോളിഷ്ഡുമായി കാണിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ അലമാരിയിൽ കൂടുതലും ബ്ലാക്ക് സാരികളോ അല്ലെങ്കിൽ ബ്ലാക്ക് ചുരിദാറുകളോ ആണെങ്കിൽ അടുത്ത തവണ ഒരു ഡീപ് പ്ലം ഷെയ്ഡ് പരീക്ഷിച്ച് നോക്കുക. ഈ നിറം നിങ്ങൾ ധരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന തരത്തിലുള്ള ധാരാളം കോംപ്ലിമെൻറ്റ്സ് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. കാരണം ഈ നിറം ഒരു 40+ ഉള്ള ആളുകളുടെ ഒരു ബ്യൂട്ടി മനോഹരമായിട്ട് എടുത്തു കാണിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഡീപ് പ്ലമ്മിന് പകരം പ്യുവർ പർപ്പിൾ അല്ലെങ്കിൽ പ്യുവർ ബ്രൗൺ ഷെയ്ഡ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതേ ഇഫക്റ്റ് കിട്ടണമെന്നില്ല. പർപ്പിൾ ചിലപ്പോൾ വളരെ ബ്രൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയി തോന്നാം. പ്രത്യേകിച്ച് മെച്യൂർ സ്കിന്നിൽ അത് മുഖത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സോഫ്റ്റ്നെസ്സിനേക്കാൾ നിറത്തെ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ പർപ്പിൾ ബ്രൗൺ ഷെയ്ഡ്സ് പല ആളുകളും മുഖത്തെ കൂടുതൽ ഡള്ളാക്കുകയോ കോംപ്ലക്ഷൻ്റെ ആ ഒരു ഫ്രഷ്നെസ് കുറയ്ക്കുകയോ ചെയ്യാം. പ്രത്യേകിച്ച് മുഖത്തിന് ഒരു സ്വാഭാവിക ഗ്ലോ കുറവാണെങ്കിൽ ഇത്തരം മഡി ടോൺസ് മുഖത്തെ കൂടുതൽ ടയേർഡായി കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അടുത്ത തവണ സാരിയോ ചുരിദാറോ വാങ്ങാൻ പോകുമ്പോൾ ഡാർക്ക് കളർ വേണം എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാത്രം തിരഞ്ഞെടുക്കാതെ ഡീപ് പ്ലം പോലെയുള്ള നിറങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് പോലും നിങ്ങളെ കൂടുതൽ എലഗൻ്റായും കോൺഫിഡൻ്റായും ചെറുപ്പമായി കാണിക്കാൻ സഹായിക്കുന്നതാണ്.
ഇനി അഞ്ചാമത്തേതും അവസാനത്തേതുമായ നിറത്തിലേക്ക് വരാം. മുഖത്തിന് ഒരു പ്രത്യേക ഗ്ലോ നൽകുകയും സൗന്ദര്യം എടുത്തു കാണിക്കുകയും ചെയ്യുന്ന നിറമാണ് സോഫ്റ്റ് ഗ്രീൻ. പല സ്ത്രീകളും ഗ്രീൻ എന്ന് കേൾക്കുമ്പോൾ ഇരുണ്ട പച്ചയോ ഒലിവ് ഗ്രീനോ ആണ് ആദ്യം മനസ്സിൽ കാണുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല. സോഫ്റ്റ് ഗ്രീൻ എന്നത് കണ്ണിന് ആശ്വാസം നൽകുന്ന, മുഖത്തിന് ഫ്രഷ്നെസ് നൽകുന്ന, വളരെ മൃദുവും പ്രകൃതി സൗന്ദര്യമുള്ളതുമായ ഒരു ഷെയ്ഡാണ്. ഈ നിറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ ഇത് മുഖത്തിന് ഒരു സ്വാഭാവികമായിട്ടുള്ള ഗ്ലോ നൽകുന്നു എന്നതാണ്. പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷം ചർമ്മത്തിൽ കാണപ്പെടുന്ന ക്ഷീണം, റെഡ്നെസ്, അൺഈവൻ ടോൺ തുടങ്ങിയവ കുറച്ച് കാണിക്കാൻ ഈ ഒരു നിറം സഹായിക്കുന്നതാണ്. മുഖത്ത് ചെറിയ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിലും അവയിലേക്ക് ശ്രദ്ധ പോകാതെ മുഖത്തിൻ്റെ ഓവറോൾ ബ്രൈറ്റ്നസ് എടുത്ത് കാണിക്കാൻ ഈ നിറത്തിന് കഴിയും. ഇത് മുഖത്തെ കൂടുതൽ ഫ്രഷായും ഹെൽത്തിയായും ചെറുപ്പമായും കാണിക്കാൻ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഡേ ടൈം ഫങ്ഷൻസ്, ഫാമിലി ഗ്യാതറിങ്സ്, ഫോട്ടോസ് എന്നിവയിൽ സോഫ്റ്റ് ഗ്രീൻ നിറത്തിലുള്ള സാരിയോ ചുരിദാറോ ധരിക്കുമ്പോൾ മുഖത്ത് ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും എലഗൻസും ലഭിക്കും. പക്ഷേ ഗ്രീൻ എന്ന പേരിൽ വരുന്ന എല്ലാ ഷെയ്ഡ്സും ഒരുപോലെ പ്രവർത്തിക്കില്ല. അതിൽ ഒന്നാണ് നിയോൺ ഗ്രീൻ. ഈ നിറം വളരെ ബ്രൈറ്റ് ആയതിനാൽ പലപ്പോഴും മുഖത്തേക്കാൾ നിറം തന്നെയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പ്രത്യേകിച്ച് മെച്യൂർ സ്കിന്നിൽ ഇത് മുഖത്തിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കുറയ്ക്കുകയും മുഖത്തേക്കാൾ ഡ്രസ് കൂടുതൽ പ്രോമിനൻ്റ് ആക്കുകയും ചെയ്യാം. അതുപോലെ ഒലിവ് ഗ്രീനും എല്ലാവർക്കും അത് നല്ലൊരു ആൻറ്റി ഏജിങ് ഷെയ്ഡല്ല. ഒലിവ് ഗ്രീനിൽ ബ്രൗൺ യെല്ലോ അണ്ടർടോൺസ് ഉള്ളതിനാൽ ചില സ്കിൻ ടോൺസിലുള്ളവർക്ക് ഇത് മുഖത്തെ കൂടുതൽ ഡള്ളായും ടയേർഡായും കാണിക്കാം. പ്രത്യേകിച്ച് ചർമ്മത്തിൽ സ്വാഭാവികമായിട്ടുള്ളൊരു തിളക്കം കുറവാണെങ്കിൽ ഒലിവ് ഗ്രീൻ ചിലപ്പോൾ കോംപ്ലക്ഷൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കൂടി കുറയ്ക്കുന്ന അനുഭവം നൽകും. അതിനാൽ അടുത്ത തവണ നിങ്ങൾ സാരിയോ ചുരിദാറോ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ ഗ്രീൻ എന്ന് മാത്രം നോക്കാതെ ഷെയ്ഡ് ഏതാണ് എന്നത് കൂടി ശ്രദ്ധിക്കുക. നിയോൺ ഗ്രീനോ ഒലിവ് ഗ്രീനോ ഇതിനൊക്കെ പകരം സോഫ്റ്റ് ഗ്രീൻ പോലുള്ള ഫ്രഷ് ആയിട്ടുള്ള കളറുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഒരു നല്ല സ്കിൻ കെയർ പ്രോഡക്റ്റ് നൽകുന്നതിനേക്കാൾ വലിയ മാറ്റം ശരിയായ ഒരു നിറത്തിന് നൽകാൻ കഴിയും. ശരിയായ നിറം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മുഖം കൂടുതൽ തിളക്കമുള്ളതായും ആരോഗ്യമുള്ളതായും ഒരുപാട് ചെറുപ്പമായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ 5 നിറങ്ങളും വെറും ഫാഷൻ കളേഴ്സ് മാത്രമല്ല, നിങ്ങളുടെ മുഖത്തെ കൂടുതൽ തിളക്കമുള്ളതായും ആരോഗ്യമുള്ളതായും ചെറുപ്പമുള്ളതായും കാണിക്കാൻ സഹായിക്കുന്ന പവർഫുൾ ഷെയ്ഡ്സ് കൂടിയാണ്. നിങ്ങൾ ധരിക്കുന്ന ഒരു സാരിയുടെ നിറത്തിനോ ഒരു ചുരിദാറിൻ്റെ നിറത്തിനോ നിങ്ങളുടെ മുഖത്തെ കൂടുതൽ ഫ്രഷ് ആക്കാനും അല്ലെങ്കിൽ കൂടുതൽ ക്ഷീണിച്ചതായി കാണിക്കാനുമുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അടുത്ത തവണ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ ഡിസൈൻ മാത്രം നോക്കരുത്, നിങ്ങളുടെ മുഖത്തിന് ജീവൻ നൽകുന്ന നിറമാണോ എന്ന് കൂടി നോക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക്, ബേജ്, ഡസ്റ്റി ഷെയ്ഡ്സ് എന്നിവ കൂടുതലായിരിക്കാം. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വാം കോറൽ, കൊബാൾട്ട് ബ്ലൂ, ഷാമ്പെയിൻ, ഡീപ് പ്ലം, സോഫ്റ്റ് ഗ്രീൻ എന്നീ നിറങ്ങൾ ഏതെങ്കിലും ഒന്ന് അടുത്ത തവണ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അത് ധരിച്ചു കഴിഞ്ഞാൽ മുഖത്തെ ബ്രൈറ്റ്നസ്സിലും ഫ്രഷ്നെസ്സിലും വരുന്ന ചെറിയ മാറ്റം പോലും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഓർക്കുക, ചില നിറങ്ങൾ വെറും നിറങ്ങൾ മാത്രമല്ല, അവ നിങ്ങളുടെ മുഖത്തിന് വെളിച്ചം നൽകുന്നവയാണ്. നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളതായും കൂടുതൽ ചെറുപ്പമായും കൂടുതൽ മനോഹരമായും കാണിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അടുത്ത തവണ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.